അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവവചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വീണ്ടും വരാമെന്ന് അരുളി ചെയ്തവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്നത്തെ അല്പസമയത്തെ ചിന്തയ്ക്കായി എസ്രായുടെ പുസ്തകം 7-ാം അധ്യായം 6-ാം വാക്യത്തിൻ്റെ അവസാന ഭാഗം നമുക്ക് വായിക്കാം. അവൻ്റെ ദൈവമായ യഹോവയുടെ കൈ അവന് അനുകൂലമായിരിക്കുകയാൽ രാജാവ് അവൻ്റെ അപേക്ഷയൊക്കെയും അവന് നൽകി. അനുഗ്രഹിക്കപ്പെട്ട ഒരു വേദവാക്യമാണ് നാം കേട്ടത്. ഇസ്രയേലിൻ്റെ ദൈവമായ യഹോവ മോശെ മുഖാന്തരം നൽകിയ ന്യായപ്രമാണത്തിൽ വിദഗ്ധനായ ശാസ്ത്രിയായിരുന്നു എസ്ര. ഇസ്രയേൽ ജനം അനുസരിച്ച് ജീവിക്കുവാൻ ദൈവം മോശെ മുഖാന്തരം ഒരു പ്രമാണം കൊടുത്തു. ആ പ്രമാണമാണ് ന്യായപ്രമാണമെന്നും മോശയുടെ പുസ്തകമെന്നും പഞ്ചഗ്രന്ഥങ്ങൾ എന്നുമെല്ലാം അറിയപ്പെടുന്നത് എന്ന് നമുക്ക് അറിവുള്ളതാണ്. ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ, ആവർത്തന എന്നീ ബൈബിളിലെ ആദ്യത്തെ 5 പുസ്തകങ്ങളാണ് ന്യായപ്രമാണ പുസ്തകം എന്ന പേരിൽ അറിയപ്പെടുന്നത് എന്നും നമുക്ക് അറിയാം. ഒരു മനുഷ്യൻ ദൈവത്തിന് പ്രസാദം വരുമാറ് എങ്ങനെ ജീവിക്കണമെന്ന് ഈ പുസ്തകങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഒരിക്കൽ പറഞ്ഞ കാര്യം കേൾക്കാത്തവർക്കായി ഒരിക്കൽ കൂടി പറയുകയാണ്. വർഷങ്ങൾക്ക് മുമ്പ് റീനാഡ് ബോംഗെ എറണാകുളത്ത് വന്നപ്പോൾ പകൽ സെക്ഷനിൽ ഫയർ കോൺഫറൻസിന് പങ്കെടുക്കുവാൻ എനിക്കും അവസരം ലഭിച്ചു. അന്ന് പ്രസംഗിച്ച ഒരു ദൈവദാസൻ പറഞ്ഞ കാര്യം ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു. അന്ന് അദ്ദേഹം പറഞ്ഞത് ഇപ്രകാരമാണ്: മരുഭൂമിയിൽ കൂടി യാത്ര ചെയ്യുന്ന ഒരു മനുഷ്യൻ തൻ്റെ കൈവശമുണ്ടായിരുന്ന വെള്ളം മുഴുവൻ ദാഹം മൂലം കുടിച്ച് തീർത്തു. വെള്ളമില്ലാത്ത ആ മരുഭൂമിയിൽ ദാഹം കൊണ്ട് ആ വ്യക്തി വലഞ്ഞു. മുന്നോട്ടുള്ള യാത്ര ആ വ്യക്തിക്ക് ദുഷ്കരമായിരുന്നു. താൻ തല ഉയർത്തി നോക്കിയപ്പോൾ അങ്ങകലെ ഒരു ചാമ്പ് പൈപ്പ് ശ്രദ്ധയിൽപ്പെട്ടു. വളരെ പ്രയാസപ്പെട്ട് അവിടെ എത്തി ചാമ്പ് പൈപ്പ് കൈകൊണ്ട് പ്രവർത്തിപ്പിക്കുവാൻ ആരംഭിച്ചു. എന്നാൽ ആ പ്രയത്നം നിഷ്ഫലമായിരുന്നു. പെട്ടെന്നായിരുന്നു താൻ അത് ശ്രദ്ധിച്ചത്. ഒരു കുപ്പി വെള്ളം പരിസരത്ത് സൂക്ഷിച്ചിരിക്കുന്നു. താൻ ആർത്തിയോടെ ആ വെള്ളം കുടിക്കുവാൻ ശ്രമിക്കുന്നതിനിടയിൽ ആ ബോട്ടിലിൽ എഴുതിയിരിക്കുന്ന ചില വാക്കുകൾ ശ്രദ്ധിച്ചു. അതിൽ എഴുതിയിരിക്കുന്ന വാക്കുകൾ ഇപ്രകാരമായിരുന്നു: പ്രിയ മരുഭൂ യാത്രക്കാരാ, ഈ വെള്ളം നീ കുടിക്കാതെ ചാമ്പ് പൈപ്പിൽ ഒഴിക്കുക, എന്നിട്ടത് പ്രവർത്തിപ്പിക്കുക. എന്നാൽ നിനക്ക് ദാഹം മാറുവോളം വെള്ളം കുടിക്കാം. നീ കുടിച്ചിട്ട് ആ കുപ്പിയിൽ വെള്ളം നിറച്ചിട്ട് പോകാവൂ. ആ കുപ്പിയിൽ വെള്ളം അവിടെ തന്നെ സൂക്ഷിച്ചു വയ്ക്കുക. നീ ദാഹിച്ചതുപോലെ നിനക്ക് ശേഷം അനേകർ വരും. നീ ദാഹം കൊണ്ട് മരിക്കാതിരുന്നതുപോലെ അവരും മരിക്കാതിരിക്കട്ടെ. ഇതായിരുന്നു അതിലെ വാക്കുകൾ. ആ കുപ്പിയിലെ വെള്ളം കിട്ടിയപ്പോൾ ദാഹം കൊണ്ട് വലഞ്ഞ വ്യക്തി ആ കുപ്പിയിൽ എഴുതി വച്ചിരിക്കുന്ന വാക്കുകൾ വായിച്ചില്ലായിരുന്നുവെങ്കിൽ ആ വെള്ളം അയാൾ കുടിക്കുകയും അയാൾക്ക് തന്നെ മതിയായ വെള്ളം ആ കുപ്പിയിൽ ഇല്ലാതിരുന്നതിനാൽ അയാൾ ദാഹം മാറാത്തവനായി പോവുകയും തൻ്റെ പിന്നാലെ വരുന്നവരെ ചാമ്പ് പൈപ്പ് പ്രവർത്തിപ്പിക്കുവാനുള്ള വെള്ളം കുപ്പിയിൽ ഇല്ലാത്തതിനാൽ നാശത്തിലേക്ക് തള്ളിവിടുകയും ചെയ്യുമായിരുന്നു. എന്നാൽ താൻ ആ കുപ്പിയിലെ എഴുത്ത് വായിച്ച് അതിന് പ്രകാരം ചെയ്തപ്പോൾ ചാമ്പ് പൈപ്പിൽ കൂടി ധാരാളം വെള്ളം വരുവാൻ തുടങ്ങി. ആദ്യം തന്നെ ആ വ്യക്തി ചാമ്പ് പൈപ്പ് പ്രവർത്തിപ്പിക്കുവാനുള്ള വെള്ളം നിറച്ച് വെച്ചു. പിന്നീട് തൻ്റെ കൈവശമുണ്ടായിരുന്ന പാത്രങ്ങളിൽ വെള്ളം നിറച്ചു. അതിനുശേഷം അദ്ദേഹം ദാഹം മാറുവോളം കുടിച്ച് ശക്തി പ്രാപിച്ചു. ഇതിൽ നിന്നും നമുക്കുള്ള ഗുണപാഠം എന്തെന്നാൽ, കർത്താവ് നമ്മുടെ സ്വന്തം ഭാഷയിൽ ബൈബിൾ നമ്മുടെ കൈകളിൽ തന്നിട്ടുണ്ട്. കുറഞ്ഞ പക്ഷം നാം അത് തുടക്കം മുതൽ അവസാനം വരെ ആത്മാർത്ഥമായി വായിക്കുവാൻ ശ്രദ്ധിക്കണം. നാളുകൾക്ക് മുമ്പ് എറണാകുളം കലൂർ ബസ് സ്റ്റാൻഡിനടുത്ത നിരീശ്വരവാദിയായിരുന്ന ഒരു സുവിശേഷകൻ ദൈവവചനമാകുന്ന ബൈബിൾ പ്രസംഗിച്ചു കൊണ്ടിരുന്നു. തൻ്റെ സാക്ഷ്യം തുടരുകയാണ്: ഞാനൊരു നിരീശ്വരവാദിയായിരുന്നു. എൻ്റെ ഗുരുനാഥന്മാരെക്കാൾ മിടുക്കനാകുന്നതിനു വേണ്ടി ബൈബിളിനെതിരെ കുറ്റം കണ്ടുപിടിക്കുവാൻ ഞാൻ ബൈബിൾ തുടക്കം മുതൽ വായിക്കുവാൻ തുടങ്ങി. ഏതാനും പുസ്തകങ്ങൾ വായിച്ച് തീരുന്നതിന് മുമ്പ് തന്നെ എന്നെ കരുതുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന എൻ്റെ സ്വർഗീയ പിതാവിനെ ഞാൻ ബൈബിളിൽ കണ്ടെത്തി എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത്. എസ്രയ്ക്ക് രാജാവ് അവൻ്റെ ആവശ്യങ്ങളെല്ലാം സാധിപ്പിച്ചു കൊടുത്തു എന്നാണ് നാം പ്രാരംഭമായി എസ്രായുടെ പുസ്തകം 7-ാം അധ്യായം 6-ാം വാക്യത്തിൽ വായിച്ചത്. എസ്ര ഇസ്രയേലിനാണ്. സ്വന്തം രാജ്യം നഷ്ടപ്പെട്ട് അന്യരാജ്യത്ത് വന്ന് താമസിക്കുന്നവനാണവൻ. തൻ്റെ രാജ്യത്തുണ്ടായിരുന്ന ഇസ്രയേൽ ജനം ഇപ്പോൾ താൻ
താമസിക്കുന്ന രാജ്യത്ത് അടിമകളാണ്. എന്നിട്ടും എസ്ര എന്ന പുരുഷൻ അവിടെ മാന്യനായി തീരുന്നു. അതും രാജാവിനാൽ മാനിക്കപ്പെടുന്ന വ്യക്തിയായി തീരുന്നു. അതെന്തുകൊണ്ട് രാജാവിന് എസ്രയോട് കരുണ തോന്നിയത്? എന്തുകൊണ്ടാണ്? ദൈവത്തിൻ്റെ കരം അവന് അനുകൂലമായതുകൊണ്ട് മാത്രമാണ് രാജാവിന് അവനോട് കരുണ തോന്നിയത്. ദൈവത്തിന് മുഖപക്ഷമില്ല. ഒരുത്തൻ്റെ വഴിയിൽ യഹോവയ്ക്ക് ഇഷ്ടമായിരിക്കുമ്പോൾ അവൻ്റെ ശത്രുക്കളെയും അവനോട് ഇണക്കുന്നു എന്ന് സദൃശവാക്യങ്ങൾ 16-ാം അധ്യായം 7-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. എസ്ര പാപത്തിൻ്റെ വഴി തിരഞ്ഞെടുക്കാതെ ദൈവത്തിൻ്റെ വഴി തിരഞ്ഞെടുത്തു. എസ്രായുടെ പുസ്തകം 7-ാം അധ്യായം 10-ാം വാക്യത്തിൽ ആ കാര്യം വ്യക്തമാക്കിയിരിക്കുന്നു. യഹോവയുടെ ന്യായപ്രമാണം പരിശോധിക്കുവാനും അത് അനുസരിക്കുവാനും ഇസ്രയേലിൽ അതിൻ്റെ ചട്ടങ്ങളും വിധികളും ഉപദേശിക്കുവാനും എസ്ര മനസ്സ് വെച്ചിരുന്നു. അതുകൊണ്ട് ദൈവത്തിൻ്റെ കരം അവന് അനുകൂലമായി. ദൈവത്തിൻ്റെ വചനമായ ബൈബിൾ അഥവാ ദൈവത്തിൻ്റെ പ്രമാണം പരിശോധിച്ചു എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് താൻ ദൈവത്തെ പ്രസാദിപ്പിച്ച് പാപം ചെയ്യാതെ ജീവിക്കുവാൻ എന്തെല്ലാം കാര്യങ്ങൾ ബൈബിളിൽ എഴുതിയിട്ടുണ്ടെന്ന് അത് വായിച്ച് കണ്ടെത്തിയ കാര്യം അവൻ അനുസരിച്ചു. അതിനുശേഷം താൻ അനുസരിച്ച കാര്യങ്ങൾ മറ്റുള്ളവരെ ഉപദേശിച്ചു. നാമും ബൈബിൾ വായിക്കുകയും നാം എന്തെല്ലാം കാര്യങ്ങൾ അനുസരിക്കണമെന്ന് കണ്ടെത്തുകയും അത് അനുസരിക്കുകയും അതിനുശേഷം മറ്റുള്ളവർക്കും പാപത്തിൽ നിന്നും രക്ഷ പ്രാപിച്ച് നിത്യനരകത്തിൽ നിന്നും അവർ രക്ഷപ്പെടുവാൻ തക്കവണ്ണം അവരെ ഉപദേശിക്കുകയും വേണം. മരുഭൂയാത്രക്കാരൻ കുപ്പിയുടെ മുകളിൽ എഴുതിയ വാക്കുകൾ വായിക്കുകയും അനുസരിക്കുകയും ചെയ്തപ്പോൾ തൻ്റെ ദാഹവും തനിക്ക് പിന്നാലെ വരുന്നവരുടെ ദാഹവും തീർത്തതുപോലെ നാം വചനം വായിക്കുകയും അനുസരിക്കുകയും ജീവരക്ഷ പ്രാപിക്കുകയും മറ്റനേകരെ നിത്യനരകത്തിൽ നിന്ന് രക്ഷിക്കുകയും വേണമെന്ന് യേശു നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. അങ്ങനെ നാം ചെയ്യുവാൻ തുടങ്ങുമ്പോൾ നാം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഏതെല്ലാം പ്രതിസന്ധികളുണ്ടോ അതെല്ലാം യേശുവിൻ്റെ പ്രതിസന്ധികളായി തീരുന്നു. ആ പ്രതിസന്ധികൾ തീർക്കുവാനുള്ള ഉത്തരവാദിത്വം ദൈവത്തിനുണ്ട്. അവനത് നിവർത്തിക്കും. കാരണം ദൈവത്തിന് നമ്മോടുള്ള വിചാരങ്ങൾ വളരെയാണ്. ഒത്തിരി വലിയ കാര്യങ്ങളൊന്നും നാം ദൈവത്തിന് വേണ്ടി ചെയ്യണമെന്ന് കർത്താവ് നമ്മോട് പറയുകയില്ല. ദൈവം തന്ന താലന്ത് നാം വ്യാപാരം ചെയ്യണമെന്ന് മാത്രമാണ് കർത്താവായ യേശു ക്രിസ്തു നമ്മോട് പറയുന്നത്. ഒരു ദിവസം ആ കണക്ക് യേശു നമ്മോട് ചോദിക്കും. ആ സമയത്ത് യേശുവിനോട് എന്ത് സമാധാനം പറയും? ന്യായപ്രമാണം അനുസരിക്കുന്നവനായതിനാൽ ദാനിയേലിനെ തൊടുവാൻ സിംഹത്തിന് കഴിഞ്ഞില്ല എന്ന് ദാനിയേൽ പ്രവചനം 6-ാം അധ്യായം 22-ാം വാക്യത്തിലും, ന്യായപ്രമാണം അനുസരിച്ചതിനാൽ യേശു ക്രിസ്തുവിനെ പിടിച്ചു വയ്ക്കുവാൻ മരണത്തിന് കഴിഞ്ഞില്ല എന്ന് അപ്പോസ്തല പ്രവൃത്തിയിൽ 2-ാം അധ്യായം 24-ാം വാക്യത്തിലും രേഖപ്പെടുത്തിയിരിക്കുന്നു. ന്യായപ്രമാണം അനുസരിച്ചതിനാലാണ് ലൂക്കോസ് എഴുതിയ സുവിശേഷം 16-ാം അധ്യായം 20-ാം വാക്യത്തിൽ ലാസർ മരിച്ചപ്പോൾ ദൂതന്മാർ അവൻ്റെ ആത്മാവിന് അബ്രഹാമിൻ്റെ മടി എന്നറിയപ്പെട്ടിരുന്ന പാപം ചെയ്യാതെ ജീവിക്കുന്ന വ്യക്തികൾ മരിക്കുമ്പോൾ അവരുടെ ആത്മാക്കൾക്ക് വിശ്രമിക്കുന്നതിനായി ദൈവം ഒരുക്കി വെച്ചിരിക്കുന്ന വിശ്രമസ്ഥലത്തേക്ക് കൊണ്ടുപോയത്. ലാസർ അവിടെ ആശ്വസിക്കുകയായിരുന്നു. ന്യായപ്രമാണം അനുസരിക്കാതിരുന്നതിനാലാണ് ലൂക്കോസ് എഴുതിയ സുവിശേഷം 16-ാം അധ്യായം 19-ാം വാക്യത്തിലെ ധനവാൻ മരിച്ചു കഴിഞ്ഞപ്പോൾ അവൻ യാതനാസ്ഥലത്ത് എത്തി വേദന കൊണ്ട് നിലവിളിക്കേണ്ടി വന്നത്. മരണത്തിന് ശേഷമുള്ള ജീവിതത്തിൽ ഒരു വ്യക്തിയുടെ ആത്മാവിൻ്റെ ആശ്വാസവും അസ്വസ്ഥതയും തീരുമാനിക്കുന്നത് ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ആ വ്യക്തി ന്യായപ്രമാണം അനുസരിച്ചുവോ അനുസരിക്കാതിരുന്നുവോ എന്നതിനെ ആശ്രയിച്ചാണ്. ആകയാൽ ബൈബിൾ വായിച്ച് അതിൽ നാം എങ്ങനെ ജീവിക്കണമെന്ന് എഴുതിയിട്ടുണ്ടോ അതിന് പ്രകാരമാണ് നാം ജീവിക്കുന്നതെന്ന് ഉറപ്പ് വരുത്തി വേണം കർത്താവ് ദാനമായി തരുന്ന ഓരോ ദിവസവും നാം ജീവിക്കുവാൻ. യേശു താൻ സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുമ്പ് തൻ്റെ ശിഷ്യന്മാർക്ക് അനേകം വാഗ്ദാനങ്ങൾ കൊടുത്തിട്ടുണ്ട്. യേശുവിനായി കറയും ചുളുക്കവും ഇല്ലാതെ പാപം ചെയ്യാതെ ജീവിക്കുന്ന വ്യക്തികളെ കൂട്ടിച്ചേർക്കുവാൻ വീണ്ടും വരാമെന്ന് തൻ്റെ ശിഷ്യന്മാർക്കും നമുക്കും വാഗ്ദാനം തന്നിട്ടുണ്ട്. ആ കർത്താവ് വരുവാൻ സമയം അടുത്തുവെന്ന് ലോക സംഭവങ്ങൾ വിളിച്ചറിയിക്കുന്നുണ്ട്. അവൻ കള്ളനെപ്പോലെ വരും എന്നാണ് യേശു പറഞ്ഞത്. എന്നുവെച്ചാൽ പ്രതീക്ഷിക്കാത്ത സമയത്ത് വരും എന്നർത്ഥം. യേശു കർത്താവ് ഏത് സമയത്ത് വരുമെന്ന് നാം അറിയായകയാൽ എസ്രായെ പോലെ ബൈബിൾ വായിക്കുവാനും അനുസരിക്കുവാനും അനുസരിച്ചതിന് ശേഷം
മറ്റുള്ളവരെ ഉപദേശിക്കുവാനും നമുക്ക് ഉത്സാഹിക്കാം. കർത്താവ് അതിനെ നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, അങ്ങയുടെ വചനമായ ബൈബിൾ വായിക്കുകയും അനുസരിക്കുകയും ചെയ്തുകൊണ്ട് മറ്റുള്ളവരെ ഉപദേശിക്കുവാൻ എന്നെയും എന്നെ കേൾക്കുന്ന അങ്ങയുടെ മക്കളെയും സഹായിക്കണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സ്തോത്രം.